ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യക്ക്. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ദുബായിൽ ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി കിരീടം കപ്പുയർത്തുകയാണ് രോഹിത് ശർമ്മയും സംഘവും. നമ്മൾ ഈ തൊട്ടു മുമ്പ് കണ്ടതുപോലെ തന്നെ ഇന്ത്യ ലോകകപ്പ് 2020 പോരാട്ടത്തിൽ ജയിച്ചു. തുടർച്ചയായിട്ടുള്ള മറ്റൊരു ICC ടൂർണമെന്റിലും ഇന്ത്യ തന്നെ ജേതാക്കളാകുന്നു. 5 മത്സരങ്ങളിലും ടോസ് നഷ്ടപ്പെട്ടു, പക്ഷേ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാതെ രോഹിത് ശർമ്മയും സംഘവും അങ്ങനെ കിരീടം ഉയർത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് ദുബായിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എടുത്തുവെങ്കിൽ രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന ഇന്ത്യ 4 വിക്കറ്റ് ജയമാണ് സ്വന്തമാക്കിയത്. അതും 6 പന്തുകൾ ശേഷിക്കെ. ഇന്ത്യയുടെ 6 വിക്കറ്റുകൾ നഷ്ടമായതിൽ ഏറ്റവും ശ്രദ്ധേയം രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ് ടോപ്പ് സ്കോററായത്. മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 76 റൺസുമായി രോഹിത് ശർമ്മ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി. ഒപ്പം ശ്രേയസ് അയ്യരുടെ 48 റൺസ്. 105 റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ എന്ന ഘട്ടത്തിൽ നിന്ന് ഇന്ത്യക്ക് തുടർച്ചയായ 2 വിക്കറ്റുകൾ നഷ്ടമായതാണ് മത്സരത്തിനിടയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നത് പറയണം. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയുടെയും ഒപ്പം ശുഭ്മാൻ ഗില്ലിന്റെയും വിക്കറ്റുകൾ അല്പം ആശങ്ക പരത്തി ഇന്ത്യൻ ക്യാമ്പിൽ. പക്ഷേ പിന്നീടും ശ്രേയസ് അയ്യരും ഒപ്പം KL രാഹുലും പിന്നാലെ രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും ഒക്കെ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ജയം സമ്മാനിക്കുന്ന സാഹചര്യമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാലും ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ ആഘോഷം കൊള്ളുന്ന കാഴ്ചയാണ്. ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ ത്രസിപ്പിക്കുന്ന ജയത്തിന്റെ അർമാദത്തിലാണ്. കൃത്യമായിട്ടും ഇന്ത്യയിലെ നഗരങ്ങൾ എല്ലാം തന്നെ ക്രിക്കറ്റ് വിജയത്തിന്റെ ജ്വരം പ്രകടമാക്കുന്നു. ആ കാഴ്ചകളാണ് പലയിടങ്ങളിലായി കാണുന്നത്. ക്രിക്കറ്റ് ആരാധകർ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ജയ് വിളിച്ചുകൊണ്ട് എല്ലാ വിമർശനങ്ങൾക്കും മറുപടി എന്നുള്ള മട്ടിൽ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ICC ടൂർണമെന്റിലും മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഇങ്ങനെ 4 വ്യത്യസ്ത ICC ടൂർണമെന്റുകളുടെ ഫൈനൽ കളിക്കുന്ന ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരുന്നു. 2020 ലോകകപ്പ് ഒപ്പം ICC ചാമ്പ്യൻസ് ട്രോഫി 2 ICC കിരീടങ്ങൾ ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാകുന്നു. ഈ മത്സരത്തിന്റെ ജയം അത് എത്രത്തോളം എളുപ്പത്തിലായിരുന്നു, എത്രത്തോളം ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ. ഡോക്ടർ N അജിത് കുമാർ ക്രിക്കറ്റ് നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ അജിത് കുമാർ, ഈ നമ്മൾ 252 റൺസ് വിജയലക്ഷ്യം എന്ന് കരുതിയപ്പോൾ അത് വളരെ അനായാസം നേടുമെന്ന് കരുതി. പക്ഷേ ആ വിരാട് കോഹ്ലിയുടെയും ഒപ്പം ശുഭ്മാൻ ഗില്ലിന്റെയും വിക്കറ്റുകൾ അത് ഇന്ത്യയെ ഒന്ന് ഭയപ്പെടുത്തിയില്ലേ? ഭയപ്പെടുത്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ 2 വിക്കറ്റ് പോയ മാത്രമല്ല, പെട്ടെന്ന് രോഹിത് ശർമ്മ ഔട്ടാവുന്നത് 3 വിക്കറ്റ് പോകുന്നു. അതിനുശേഷം അതും വളരെ വെൽ സെറ്റ് ആയ രോഹിത് ശർമ്മയാണ്. പെട്ടെന്ന് സ്കോറിംഗ് ഇത്തിരി സ്ലോ ഡൗൺ ചെയ്തു പറഞ്ഞപ്പോഴേക്കും അനാവശ്യമായ ഒരു ഷോട്ടിന് പോയി ഔട്ടാവുന്നു. ശ്രേയസ് അയ്യരും അക്ഷർ പട്ടേലും 61 റൺ, വളരെ ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രേയസ് അയ്യർ അനാവശ്യമായ ഒരു ഷോട്ട്. നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഒരു 6 അടിച്ചിട്ട് വീണ്ടും അടിക്കാൻ പോയി അദ്ദേഹത്തെ ജാമിസൺ ഡ്രോപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു അനാവശ്യ ഷോട്ടിലേക്ക് പോയി വീണ്ടും ഇന്ത്യ സമ്മർദ്ദത്തിലായി. ഇത് തന്നെ അക്ഷർ പട്ടേലിനെയും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ചാമ്പ്യൻ ബാറ്റ്സ്മാൻ ആയിരുന്നത് രാഹുലാണ്. രാഹുൽ ആണ് ശരിക്ക് ഒരു ലെവൽ ഹെഡഡ് എന്ന് നമ്മൾ പറയില്ലേ, ഒരു ലെവൽ ഹെഡഡ് ക്രിക്കറ്ററാണ് അദ്ദേഹം. എന്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഒരു അഭിവ്യക്തി ഘടകമാണ് എന്ന് കാണിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം പിന്നെ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ ഒരു യൂഷ്വൽ ക്യാമിയോ കളിച്ചിട്ട് പോയി. അദ്ദേഹത്തിന് നമുക്ക് അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അദ്ദേഹം അത് ശരിക്കും നന്നായിട്ട് ഭംഗിയായിട്ട് നടത്തുകയും ചെയ്തു. രാഹുലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും വിഷമിച്ച് അദ്ദേഹം കൂടി ഔട്ടായിരുന്നെങ്കിൽ തോറ്റുപോയ കളി, യാതൊരു സംശയമില്ല. അത് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. ഒരു സ്മൂത്ത് വിക്ടറി നേടേണ്ട ഒരു സ്ഥലത്ത് നമ്മള് വളരെയധികം ഹിക്കപ്സോടെ വിജയിച്ചു തന്നെയാണ് ഞാൻ ഇതിൽ പറയേണ്ടത്. ടാർഗറ്റ് 252 റൺസ്, അത് എങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? അത് ഒരു ന്യൂസിലൻഡ് കരുതിയതിലും എത്ര സ്കോർ കുറഞ്ഞു പോയി ഡോക്ടർ അജിത് കുമാർ? തീർച്ചയായിട്ടും ഒരു 10-20 റണ്ണ് അവർക്ക് കുറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, അതിന് മുമ്പ് അവർ ഫസ്റ്റ് 69 റൺസ് എടുത്തതിന് ശേഷം എന്താ പറഞ്ഞ 69 റൺ മാത്രം എടുത്തതിന് ശേഷം എന്താ പറഞ്ഞ വളരെ സ്ലോ ഡൗൺ ചെയ്തല്ലോ കളി. പിന്നെ അവസാനത്തെ 10 ഓവേഴ്സിലാണ് അവർ വീണ്ടും നല്ലൊരു നിലയിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് അവർ 251 എത്തിയത് തന്നെ നമ്മുടെ ചെറുതായിട്ടൊരു ക്യാപ്റ്റൻസി ബ്ലണ്ടർ ആയിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം അക്ഷർ പട്ടേലിന് 2 ഓവർ ബാക്കി നിൽക്കെ രോഹിത് ശർമ്മ ഷമിയെ കൊണ്ടുവന്നിട്ട് ഷമി
നമ്മുടെ ബെസ്റ്റ് ബോളറാണ് ഒക്കെയാണ്. പക്ഷെ ഇന്ന് ആ ഫോമിലായിരുന്നില്ല സമയം. എത്ര റണ്ണാണ് കൊടുത്തത് അവസാനത്തെ 2-3 ഓവറിൽ? ലാസ്റ്റ് 4 ഓവർ 42 റണ്ണാണ് നമ്മൾ അവർക്ക് വെറുതെ ഗിഫ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയാം. അതാണ് ശരിക്കും അവർ 251 സ്കോറിലെത്തിയത്. അവസാനത്തെ 10 ഓവർ അവർ 79 റണ്ണാണ് എടുത്തത്. അത് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഈ 2-3 ക്യാപ്റ്റൻസി മിസ്റ്റേക്സ് രോഹിത് ശർമ്മയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സങ്കടകരമാണെങ്കിലും പറയാതെ പറ്റില്ല. അതുകൊണ്ടാണ് അവര് 251 എത്തിയത്. ഇല്ലെങ്കിൽ ഒരു 225 ഓൾ ഔട്ട് ആവേണ്ടതാണ്. ഉറപ്പായും. ഓക്കെ, ശ്രീ രംഗനാഥൻ കൂടി നമ്മുടെ ചെല്ലുന്നുണ്ട്, ക്രിക്കറ്റ് BCCIയുടെ മാച്ച് റഫറി. ശ്രീ രംഗനാഥൻ, ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ക്യാപ്റ്റൻസിയിലെ ചില കാര്യങ്ങൾ അത് ഒരുപക്ഷെ ബ്ലണ്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിൽ പോലും നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുണ്ട് നിലവിൽ. അതായത് ഈ 2027 ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റൻസി സംബന്ധിച്ച് എന്ത് വേണം എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. അവിടെയാണ് രോഹിത് ശർമ്മ തന്റെ കാലഘട്ടം ഇനിയും തുടരും എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന നൽകിക്കൊണ്ട് രണ്ടാമത്തെ ICC ട്രോഫി ഇപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക്, ക്രിക്കറ്റ് പ്രേമികൾക്ക് മുന്നിലേക്ക് രാജ്യത്തിന് നൽകുന്നത്. എന്തായിരിക്കും ഇനി BCCIക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി? കാരണം ഇത് സന്തോഷകരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. അല്ലേ, ഇത് ഇപ്പൊ ക്യാപ്റ്റൻസിയുടെ ഒരു കാര്യം തീർച്ചയായിട്ടും പല പിഴവുകളും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എടുത്ത നല്ല ശരിയായ തീരുമാനം വരുൺ ചക്രവർത്തിനെ 4th ഓവർ 5th ഓവർ അദ്ദേഹത്തിന് കൊണ്ടിരുന്നു, ഒരു വിക്കറ്റ് നേടുന്നു. പിന്നീട് സ്പിന്നേഴ്സ് കുൽദീപ് യാദവ് ആയാലും ഇവരെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നു. അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ വില്യംസന്റെയും കൂടാതെ രവീന്ദ്രയുടെ വിക്കറ്റ് നേടുന്നു. കൂടാതെ ഒരു രീതിയിലും ബാറ്റർമാരെ സെറ്റിൽ ചെയ്യിക്കാൻ സമ്മതിക്കാതെ ന്യൂസിലാൻഡ് ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ബോളിംഗ് ചേഞ്ചസ് കൊണ്ടുവന്നതൊക്കെ ഏറ്റവും മികച്ചതാണ്. അപ്പൊ കൂടാതെ അദ്ദേഹത്തിന്റെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇത്ര മനോഹരമായിട്ട് ഈ ന്യൂസിലാൻഡ് ബോളേഴ്സിന് നേരിട്ട്, അതും ആ ഒരു തുടക്കം, ആ ഒരു 100 റൺസ് ഗില്ലുമായിട്ടുള്ള പാർട്ണർഷിപ്പ്. അപ്പൊ ഇത്ര സമ്മർദ്ദമില്ലാതെ ഒരു ബാറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഔട്ടാവുന്നത്. പക്ഷെ ഇത് ഏറ്റവും നല്ല രീതിയിലൊരു തുടക്കം നൽകി 251 എന്നുള്ള ചേസ് ഒരുപക്ഷെ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഇന്ത്യ നേടുമോ എന്നുള്ള രീതിയിലായിരുന്നു ആ രണ്ടുപേരുടെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പിന്നീട് താങ്കൾ ചോദിച്ച ഇനി ക്യാപ്റ്റൻസി, പക്ഷെ ഇതെല്ലാം 2 ICC ചാമ്പ്യൻഷിപ്പ് നേടിയ ക്യാപ്റ്റൻ. അപ്പൊ അത് കൂടാതെ തന്നെ ഇന്നിപ്പോ ജഡേജയുടെ കാര്യം, റിട്ടയർമെന്റിന്റെ ഒരു കാര്യം പറയുന്നു, രോഹിത് ശർമ്മയുടെ കാര്യം പറയുന്നു, വിരാട് കോഹ്ലിയുടെ, ഇവർക്കൊക്കെ ഒരു റീപ്ലേസ്മെന്റ് ഇനി കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ബെഞ്ചിലുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാണ് വരാൻ പോകുന്നത്? അവർക്കെല്ലാം ഇതുപോലെയുള്ളൊരു ലോങ് കരിയറിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ഇതിന് പകരക്കാരെ ഇനി കണ്ടെത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. ഇപ്പൊ ഒരു ഫാസ്റ്റ് ബോളറിനെ തന്നെ എനിക്ക് തോന്നുന്നു ന്യൂസ് 18 നമ്മൾ ഈ ICC ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്തതാണ്, ഒരു 3rd ടീമർ ഇല്ലാതെ ഒരു ഇന്ത്യൻ ടീം കളിക്കുമോ? പക്ഷെ ഷമ്മി എന്നുള്ള ബൗളറിനെ കുറിച്ച് നമ്മൾ പരിക്കിൽ നിന്ന് വന്നു. പക്ഷെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തുടർച്ചയായിട്ട് എല്ലാ മത്സരങ്ങളും അദ്ദേഹം പന്തെറിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് ഒരു 2nd സീമറായിട്ടാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പൊ 2 മത്സരങ്ങൾ കളിച്ചത്. അപ്പൊ പിന്നീട് കളിച്ച 4 സ്പിന്നേഴ്സ്, എല്ലാ സാഹചര്യങ്ങളും 4 സ്പിന്നേഴ്സിന് അനുകൂലമാവണമെന്നില്ല. ഇനിയുള്ള ഇന്ത്യ ഇപ്പൊ ഇംഗ്ലണ്ടിൽ കളിക്കുകയാണെങ്കിലും വേറുള്ള രാജ്യങ്ങളിലൊക്കെ കളിക്കുമ്പോൾ. പക്ഷെ ഇതെല്ലാം ഒരു ടീം മാനേജ്മെന്റ് എടുക്കുന്ന ഒരു തീരുമാനമാണ്. BCCI എനിക്ക് തോന്നുന്നു ഭാവിയിൽ എങ്ങനെയാണ് പുതിയ താരങ്ങളെ വാർത്തെടുക്കുക. പക്ഷെ ഇതുപോലെയുള്ള ഒരു റീപ്ലേസ്മെന്റ് വരണമെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റൈറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും നമുക്ക് ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഇപ്പോഴേ ക്യാപ്റ്റൻസിയെ പറ്റി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും അവിടെ രോഹിത് ശർമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ക്യാപ്റ്റൻസി ചർച്ചകൾക്ക് ഒരുപക്ഷെ അദ്ദേഹം വിരാമം ഇടുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് അതിന് ചോദിച്ചത്. വളരെ നന്ദി ശ്രീ രംഗനാഥൻ പ്രതികരിച്ചതിന്. സഞ്ജു എന്നൊരു പ്രേക്ഷകർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം, നിങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യാം. സഞ്ജു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യയുടെ ജയം? ഇന്ത്യയുടെ ജയം, കാരണം ഇന്ത്യയുടെ ജയമല്ല, ഏറ്റവും ഇന്ത്യയുടെ ജയം ആവശ്യമാണ്. പക്ഷെ എന്താ പറയുക, ചാനൽ കാണിക്കുന്ന ന്യൂസ് 8 ചാനലിനൊരു പ്രത്യേകത, അതിനു വേണ്ടിയാണ് വിളിച്ചത്. കാരണം എല്ലാ ചാനലിലും കാണിക്കുന്നത് അറിയും, മലയാളത്തിലെ ചില കാണിക്കുന്നത് അറിയോ, കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിന്റെ പരിപാടികളെ കാണിക്കുന്നത്. നമ്മുടെ ഇന്ന് കിരീടം കിട്ടിയ സമയത്ത് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പോരാടുന്നത്. അപ്പൊ അത് ന്യൂസ് 8 കാണിച്ചതിന് വളരെ അഭിനന്ദനം. ഒരുപാട് സന്തോഷം സഞ്ജു, താങ്ക് യു സോ മച്ച്. എന്തായാലും സഞ്ജു
ന്യൂസ് 18 അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. പ്രേക്ഷകർക്ക് അഭിനന്ദനം അറിയിക്കാൻ ടീമിന് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ സ്ക്രീനിന്റെ മുകളിൽ ഫോൺ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഫോൺ നമ്പർ നോക്കി പ്രേക്ഷകർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അതിന്റെ ആവേശം തുടരുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടീം ആ കിരീടം, മിനി ലോകകപ്പ് എന്ന് വിളിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഏറ്റുവാങ്ങുന്നതിന് മനോഹര ദൃശ്യങ്ങളാണ് ദുബായിൽ നടക്കുന്നത്. ആഘോഷത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ 3ാം തവണ ICC ചാമ്പ്യൻസ് ട്രോഫി ഏറ്റുവാങ്ങുന്നു. MG മിഥുൻ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഈ ധോണിയുടെ വലിയ നേട്ടങ്ങൾക്കൊപ്പം എത്തുന്നുണ്ടോ രോഹിത് ശർമ്മ ഈ കിരീട നേട്ടം വഴി? തീർച്ചയായും. അതായത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന എക്കാലത്തെ മികച്ച ഇന്ത്യൻ ക്യാപ്റ്റന് ശേഷം ഇത്തരത്തിൽ 2 ICC കിരീടം നേടുന്ന മറ്റൊരു ക്യാപ്റ്റനാണ് ഇപ്പോൾ രോഹിത് ശർമ്മ. ഇതിനു മുമ്പുണ്ടായിരുന്ന വിരാട് കോഹ്ലിക്ക് പോലും ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ 2024 T20 കിരീടം നേടുന്നു. അതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ ജേതാക്കളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 2024 ഇന്ത്യയുടെ കോച്ച്, അതായത് ICC T20 കിരീട നേട്ടം നേടുമ്പോൾ കോച്ച് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. രാഹുൽ ദ്രാവിഡിന് അതിനു മുമ്പ് ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ലായിരുന്നു. ഒരു ICCയുടെ കിരീടം നേട്ടം കൈവരിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അതിലൂടെ അദ്ദേഹം ആ ഒരു കളങ്കം മാറ്റിയെടുത്തു. പക്ഷേ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ 2013 ഏറ്റവും ഒടുവിൽ ഇന്ത്യ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചാമ്പ്യൻ പട്ടം അണിഞ്ഞ് ചാമ്പ്യന്മാരാകുകയും ചെയ്തത്. അന്ന് പക്ഷേ ആ ടീമിൽ ഉൾപ്പെടാതെ പോയ ഒരു വ്യക്തിയായിരുന്നു ഗൗതം ഗംഭീർ. ഗൗതം ഗംഭീർ ഇപ്പോൾ കാലം കാത്തു സൂക്ഷിച്ചു വെച്ചതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയുടെ കോച്ചായിട്ട് വരുന്നു. ആദ്യ പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ തന്നെ കിരീടം നേട്ടം സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് രോഹിത്തിന് പോലെ തന്നെ ഗംഭീറിനും ഇത് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫിയായി കണക്കാക്കാം. ഉറപ്പായിട്ടും ഗൗതം ഗംഭീർ എന്ന പരിശീലകനും കൂടി അർഹിക്കുന്നു ഈ ജയത്തിന്റെ ക്രെഡിറ്റ്. കണ്ണൂരിൽ നിന്ന് സുരേന്ദ്രൻ എന്ന പ്രേക്ഷകനുണ്ട് നമ്മോടൊപ്പം. ശ്രീ സുകുമാരൻ എന്ന പ്രേക്ഷകനാണ്. ശ്രീ സുകുമാരൻ, എത്രത്തോളം ഗംഭീരമായിരുന്നു ജയം? മുഴുവൻ മത്സരവും ഇരുന്ന് കണ്ടോ ആദ്യം മുതൽ? ശ്രീ സുകുമാരൻ കേൾക്കാമോ? എങ്ങനെയുണ്ടായിരുന്നു കളി? മൊത്തം കണ്ടോ അതോ അവസാനം മാത്രമാണോ? കുറെ കണ്ടു സാറേ. ഉഗ്ര കളിയല്ലേ. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ചാനൽ മാത്രമേ ഞാൻ വെക്കില്ല, അതുകൊണ്ടല്ലേ ഇത് വെച്ചു കൊടുക്കുന്നത്. രോഹിത് ന്യൂസ് 18 ചാനൽ എപ്പം കാണല്ലോ. ഓക്കെ, അങ്ങനെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് അതിലെ എല്ലാ ഓരോ ആളെല്ലാം നല്ല വിജയം. കിരൺ ബാബു, റൈറ്റ്. ഞാൻ കിരൺ ബാബുവിനോട് പ്രത്യേകം അറിയിക്കുകയും ചെയ്യാം അഭിനന്ദനം. താങ്ക് യു സോ മച്ച് സുകുമാരൻ. പ്രസന്നൻ മാളയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ പ്രസന്നൻ, ഇത് ഇന്ത്യയുടെ ജയം അത് എത്രത്തോളം ആവേശകരമായിരുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നി? ഏതായാലും ഇന്ത്യൻ ടീമിന്റെ ഈ വിജയത്തില് രാജ്യം ഒന്നാകെ അഭിമാനം കൊള്ളുകയാണ്. അവരുടെ വിജയത്തില് നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ്. നല്ല നിലയിലൊക്കെ കളിക്കാൻ കഴിഞ്ഞു. 100% ഞാൻ കളി കണ്ടില്ല, എന്നാലും കുറെയൊക്കെ കണ്ടു. നല്ല തരക്കേടില്ലാത്ത രീതിയിലൊക്കെ എല്ലാവരും ആത്മസമയത്തോട് ബാറ്റ് ചെയ്തു. അപ്പൊ നമുക്കത് ജയിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. രാജ്യം ഒന്നടങ്കം ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്. എല്ലാവരെയും രാഷ്ട്രം ഒന്നാകെ അവരുടെ പിന്നിൽ നമ്മൾ പ്രചോദനം അർപ്പിക്കുകയാണ്. എല്ലാവരുടെയും വിജയത്തില് ഈ ആത്മാർപ്പണ നമ്മൾ സന്തോഷിക്കുകയാണ്. റൈറ്റ്. പ്രസിഡന്റ് പറഞ്ഞ പോലെ രാജ്യം ഒന്നടങ്കം ഈ ജയത്തിന്റെ ആഘോഷത്തിമിർപ്പിലാണ്. പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് 18 സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്ന പോലെ ഒരുപാട് ആരാധകർ പലയിടങ്ങളിലായി കൂട്ടം കൂടി നിന്ന് ഈ ആഘോഷമാക്കുന്നു. അതും ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ കാണുന്നതിനും അപ്പുറത്തേക്കുള്ള ആവേശമാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇന്ത്യ ലോകകപ്പ് ജയിച്ചപ്പോഴൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊരു മിനി ലോകകപ്പ് ആണെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫി അത്തരത്തിലാണല്ലോ കണക്കാക്കപ്പെടുന്നത്. മിനി ലോകകപ്പ്, ആ മിനി ലോകകപ്പ് ജയിച്ചതിന്റെ ആവേശം ഒരു കൂറ്റൻ ലോകകപ്പ് ജയിച്ചതിന്റെ അതേ ആരവത്തിൽ തന്നെ കൊണ്ടാടുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. അതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാഴ്ച. വളരെ വേഗം തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല.
എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കൂടാതെ ബോറർ റെസിസ്റ്റൻസ് ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിന്റെ ആഘോഷത്തിലാണ് രാജ്യം. ഇന്ത്യ 3ാം തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിടുന്ന ദിവസമാണ് ഈ രാത്രി. ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഉറക്കമുണ്ടാകില്ല ഉറപ്പായിട്ടും. അത്രമാത്രം ആവേശത്തിൽ തോൽവിയറിയാതെ മുന്നേറിയ ഒരു സംഘത്തിന്റെ ആരാധകരെന്നുള്ള അഭിമാനം അവർ നിലനിർത്തുകയും ചെയ്യുന്നു. രാജ്യത്തെ ഒട്ടുമിക്ക നഗരങ്ങളിലും വലിയ സ്ക്രീനുകൾക്ക് മുന്നിൽ ഇടം പിടിച്ചിരുന്നവർ അല്ല, അതിനുമപ്പുറം TV സ്ക്രീനുകളിൽ, മൊബൈൽ ഫോണുകളിൽ ഈ മത്സരം കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പോൾ കൂട്ടം കൂടി പലയിടങ്ങളിലായി ഒത്തുകൂടുന്നു. അവർ ജയം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ടീമിന്റെ ജയം ആഘോഷിക്കുന്ന ആരാധകരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഷിജു എന്ന പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂസ് 18ലേക്ക് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. ഷിജു, മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ? ഷിജു, കേൾക്കാമോ? പറഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ കളി എന്ന് പറഞ്ഞാല് ഈ ചാമ്പ്യൻ ട്രോഫിയില് ആദ്യം മുതൽ ഇന്ന് വരെയുള്ള കളിയിൽ ഇന്ത്യയുടെ കൂട്ടായ്മയുടെ വിജയമാണിത്. അതുപോലെ തന്നെ നമ്മുടെ കോഹ്ലിയാണ് സെമി ഫൈനലിൽ കളിച്ചിട്ട് അതിഗംഭീരമായുള്ള ഒരു മിന്നൽ പ്രകടനത്തോട് ഇന്ത്യയെ ഒരു ഫൈനലിലേക്ക് എത്തിച്ചത്. അപ്പോ ഇന്നത്തെ കളി കോഹ്ലിക്ക് അധികം തിളങ്ങാൻ പറ്റിയില്ലെങ്കിലും അയാളുടെ ഫീൽഡിങ്ങിന്റെ മികവിലും പിന്നെ അതുപോലെ തന്നെ ടീമിന്റെ കൂട്ടായ്മയുടെ ശക്തിയിൽ നമ്മൾ ഇന്ത്യക്ക് കിരീടം നേടി. അതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയും പല ചാമ്പ്യൻ ട്രോഫികളും ഇന്ത്യ നേടട്ടെ എന്നുള്ള ഒരു എന്താ പറയാ നേരട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി പറയാണ്. റൈറ്റ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷിജു ആണ് വിളിച്ചത്. നമ്മളിനി കനകൻ എന്ന പ്രേക്ഷകനിലേക്ക് പോവുകയാണ്. കനകൻ വിളിക്കുന്നത് ദുബായിൽ നിന്ന്. ഹലോ കനകൻ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. മത്സരം കണ്ടിരുന്നോ? മത്സരം കണ്ടിരുന്നു. വളരെ നല്ല കളി, ഗംഭീരമായിരുന്നു. ദുബായിൽ കാണാൻ പോകാൻ ശ്രമിക്കാമായിരുന്നില്ലേ? റിയാദിലല്ലേ, കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ പോലും. ഇല്ല, റിയാദിലാണ്, പിന്നെ പോകാൻ പറ്റില്ല. എങ്കിലും വളരെയധികം സന്തോഷമുണ്ട് വിജയത്തില്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഷമാ മുഹമ്മദിനുള്ള മറുപടി